ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് മുന്നിലാണ്. ഈ കാണുന്നതാണ് ജയിലിൻ്റെ മുൻവശം. 1962 തുറന്ന ജയിൽ ഇവിടെ സ്ഥാപിതമായത്. പൊതുജനങ്ങൾക്ക് അപകട സാധ്യത ഇല്ല എന്ന് കരുതുന്ന തടവുകാർക്ക് മാത്രമാണ് തുറന്ന ജയിൽവാസം ലഭിക്കുന്നത്. ഏകദേശം 367 അന്തേവാസികൾ ഇതിനുള്ളിൽ ഇപ്പോഴുണ്ട്. കുറഞ്ഞ പരിധിയിലുള്ള ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് തുറന്ന ജയിൽ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. തടവുകാരെ ശിക്ഷിക്കുന്നതിനേക്കാൾ അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ് ഈ ജയിലുകൾ കൊണ്ടുള്ള ഉദ്ദേശവും. കേരളത്തിൽ തന്നെ ഒരു വനിതാ ജയിൽ ഉൾപ്പെടെ 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്: ചീമേനി, നെട്ടുകാൽത്തേരി, പൂജപ്പുര. ഈ വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ കോട്ടൂർ എലിഫൻറ്റ് പാർക്കിൽ പോയതാണ്. അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ വഴി വന്നത്. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇവിടെ ഒരു മാൻ പാർക്കൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഡിയർ പാർക്കിൻ്റെ എൻട്രൻസ് ഇതല്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഡിയർ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽപ്പെടുന്ന വനമേഖലയിലെ 21 ഏക്കറിലാണ് പുള്ളിമാൻ പുനരധിവാസ കേന്ദ്രം ഉള്ളത്. 1995 മുഖ്യമന്ത്രി AK ആൻ്റണി ഈ സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും കൊണ്ടുവന്ന 50 പുള്ളിമാനുകളായിരുന്നു തുടക്കത്തിൽ ഈ മാൻ പാർക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 200 എണ്ണത്തിൽ കൂടുതലുള്ള മാനുകളെ ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു കാരണം കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ പെറ്റുപെരുകി എന്നുള്ളതാണ്. പുള്ളിമാനുകളാണ് കംപ്ലീറ്റ് ഇവിടെ ഉള്ളത്. തുറസായ പുൽമേടുകളിലും വളരെ തിക്കല്ലാത്ത വനങ്ങളിലും കൂട്ടമായി സഞ്ചരിക്കുന്ന ജീവിയാണ് ചീറ്റൽ ഡിയർ. ചീറ്റൽ ഡിയറിൻ്റെ ശാസ്ത്രീയ നാമം ആക്സിസ് എന്നാണ്. ഇന്ത്യയിലെ വനങ്ങളിൽ നീളമുള്ള പുല്ലുകളും കുറ്റിച്ചെടികളും സുലഭമായ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. മാൻവർഗത്തിൽപ്പെടുന്ന സസ്യബുക്കായ പുള്ളിമാൻ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മരങ്ങൾ ധാരാളമുള്ള കാടുകളിലാണ് കാണപ്പെടുന്നത്. ആൺമാനുകൾക്ക് 70 മുതൽ 90 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. അതേസമയം പെൺമാനുകൾക്ക് 40 മുതൽ 60 കിലോഗ്രാം ഭാരം മാത്രമായിരിക്കും. 8 മുതൽ 14 വർഷം വരെയാണ് ഇവരുടെ ജീവിത കാലയളവ്. ആൺമാനുകൾക്ക് മാത്രമാണ് കൊമ്പുകൾ കാണപ്പെടുന്നത്. സെർവിഡേ കുടുംബത്തിൽപ്പെട്ടവരാണ് പുള്ളിമാനുകൾ. കടുവ, പുലി, സിംഹം, കുറുക്കൻ എന്നിവരാണ് ഇവയെ പ്രധാനമായും വേട്ടയാടുന്നത്. മണിക്കൂറിൽ 65 കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടാൻ കഴിയുന്ന ഇവർ വേട്ടയാടലിൽ നിന്നും ഓടിയാണ് രക്ഷപ്പെടാറുള്ളത്. ചെറിയ ചെവികളായതുകൊണ്ട് തന്നെ അപായ സൂചനകൾ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഈ കാണുന്നതാണ് ഡിയർ പാർക്കിൻ്റെ എൻട്രൻസ്. ഇതുപോലെ പുറത്തുനിന്ന് ഡിയർ പാർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുവഴി പോകുമ്പോൾ തന്നെ മാനുകളൊക്കെ കൂട്ടത്തോടെ കാണാൻ പറ്റും. മാനുകളെയൊക്കെ തൊട്ടടുത്ത് വെച്ച് കാണണമെങ്കിൽ നമ്മൾ ബോട്ട് സഫാരി പാക്കേജ് എടുത്തതിന് ശേഷം നെയ്യാർ റിസർവോയറിലൂടെ അവർ ബോട്ട് സഫാരിയൊക്കെ ചെയ്ത് പിന്നെ കാട്ടിലൂടെ കുറച്ച് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാനുകളെ തൊട്ടടുത്ത് വെച്ച് കാണാൻ പറ്റും. അങ്ങനെ ബോട്ട് സഫാരി എടുക്കുകയാണെങ്കിൽ ഡിയർ പാർക്കും ക്രോക്കഡൈൽ പാർക്കും ഒക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡാണ്. ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. നമ്മളങ്ങനെ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ സൈഡിലോട്ട് വന്നപ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുട്ടിയാന നിൽപ്പുണ്ട്. അതിനെ കണ്ടിട്ട് നിർത്തിയതാണ്. കണ്ണൻ എന്ന് വിളിക്കുന്ന 9 വയസ്സുള്ള ആനക്കുട്ടിയാണ്. ഏകദേശം 3 വർഷം മുന്നേ കോട്ടൂർ എലിഫൻറ്റ് പാർക്കിൽ നിന്നും ഹെർപ്പിസ് വൈറസ് ബാധിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് ഈ കുട്ടിയാനയും പിന്നെ ഒരു പിടിയാനയും. പിടിയാന തൊട്ടപ്പുറത്തായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള ചാൻസ് ഇല്ല. ബോട്ട് സഫാരി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതുവഴി വന്ന് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കാണുന്നത് ക്രോക്കഡൈൽ റിസർച്ച് സെൻ്ററാണ് കേട്ടോ. ഇവിടെ നിന്നും കുട്ടവഞ്ചി സഫാരിയൊക്കെ ഉണ്ട്. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.
ക്രോക്കഡൈൽ ഹണ്ടർ സ്റ്റീവ് ഇർവിൻ്റെ ഫോട്ടോയെ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സുവോളജിസ്റ്റ് ആയിരുന്നു. 1962 ജനിച്ച് 2006 മരിക്കുന്നത്. ഹൃദയത്തിൽ തിരണ്ടി മത്സ്യത്തിൻ്റെ വാലുകൊണ്ടുള്ള കുത്തേറ്റാണ് ഇങ്ങനെ സംഭവിച്ചത്. നെയ്യാറിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. ജസ്റ്റ് വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. മുതലകളുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ചുറ്റിനൊന്നും ആരെയും കാണാനില്ല. പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെയൊന്നും ആരും അനുകരിക്കരുത്. മുതലയുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടേക്കൊന്നും ആരും ഇറങ്ങാറില്ല. പക്ഷേ എന്നാലും തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ അവരുടെ പശുക്കളെ കുളിപ്പിക്കാനും കുളിക്കാനുമൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മുമ്പ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ കൈപ്പത്തി മുതല കടിച്ചു കൊണ്ടുപോയി. ഇവിടെ നെയ്യാറാണ്. ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നതേ തെറ്റാണ്. പക്ഷേ നമ്മൾ എന്തായാലും ഈ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. കൂടുതൽ നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല. നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് പോകാം. നെയ്യാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട്. 1958 നിർമ്മിച്ച അണക്കെട്ട് 1973 വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് തുറന്നു കൊടുക്കുന്നത്. കേരള സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ കീഴിലാണ് ഈ അണക്കെട്ട് ഉള്ളത്. നെയ്യാർ ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. നെയ്യാറിലെ ഒരു കനാൽ തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ ജില്ലകളിലേക്കാണ് ഒഴുകുന്നത്. ഡാമിനോട് ചേർന്നുള്ള ഏരിയ നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ അഗസ്ത്യ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളും ഈ കാടും പച്ചപ്പും അങ്ങനത്തെ ഒരുപാട് കുളിർമയേറിയ കാഴ്ചകളാണ് ഇവിടെ നിന്നും. കാളിപാറ ക്ഷേത്രമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ തൊട്ടടുത്തായിട്ട് ലയൺ സഫാരി പാർക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സിംഹങ്ങളൊക്കെ ചത്തുപോയത് കൊണ്ട് ഇപ്പോൾ അവിടെ ട്രക്കിംഗ് ഒന്നുമില്ല. അങ്ങോട്ടുള്ള ട്രക്കിങ്ങും പ്രവേശനമൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. ഡാമിൻ്റെ ഷട്ടർ ഉയർത്താനുള്ള ചെയിനൊക്കെയാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമുള്ള ചെയിനാണ്. നമ്മളെ ബൈക്ക് ചെയിനിനേക്കാളും ഏകദേശം ഒരു 50 ഇരട്ടി വലിപ്പമുള്ള ചെയിനാണ്. ടൺ കണക്കിന് ഭാരമുള്ള ഷട്ടറുകൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഇത്രയും ചെയിനൊക്കെ തന്നെ വേണ്ടി വരുമല്ലേ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയപ്പോൾ തന്നെ ചെറിയ മഴയൊക്കെ പെയ്തു. അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ബോട്ട് സവാരിയും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോട്ട് സവാരിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.